ഹായ്, ഞാനിന്ന് മോൾക്ക് സ്കൂളിലേക്ക് ക്യാപ്സിക്കം റൈസ് ആട്ടോ ഉണ്ടാക്കി കൊടുത്തയച്ചേ. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നോക്കിയാലോ. ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് പെരിഞ്ചീരകവും പട്ടയും മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് ചെറുതായി മൊരിഞ്ഞ് വന്നതും ഞാൻ അതിലോട്ട് 2 ഉള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട് കേട്ടോ. അധികം നന്നായിട്ട് വഴറ്റിയെടുക്കണമൊന്നുമില്ല. ഇച്ചിരി ഉപ്പിട്ടിട്ട് ഒന്ന് കുറച്ച് വഴറ്റിയെടുക്കണമുള്ളൂ. അതിനുശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കുന്നത് അതിലിടുന്നുണ്ട് കേട്ടോ. കരിവേപ്പില വേണച്ചിട്ടാൽ മതി. ഞാൻ മോള് കരിവേപ്പില ഒന്നും കഴിക്കില്ലല്ലോ പറഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം നേരത്തെ പറഞ്ഞ കൂട്ട് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. അതിനുശേഷം ഞാൻ 4 തക്കാളി പേസ്റ്റാക്കി വെച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിടാം. ലേശം മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. എരിവിന് ഞാൻ മുളക് പൊടിയൊന്നും ഇടുന്നില്ല. 2 പച്ചമുളക് മോൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളും അത് തന്നെയാണ് കേട്ടോ കഴിക്കുക. ആ ഒരു എരിവ് തന്നെയാണ് നമ്മളും കഴിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ ക്യാപ്സിക്കം ഇട്ടിട്ട് നന്നായിട്ട് ആ തക്കാളിയുടെ വെള്ളം വറ്റുന്ന വരെ നമുക്ക് വഴറ്റിയാൽ മതിയാവും കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്സിക്കത്തൊന്നും ഇച്ചിരി വെള്ളം ഇറങ്ങും. കണ്ടോ? ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ, ഒരു 8 മിനിറ്റ് വരെയൊക്കെ മതിയാവും. നന്നായിട്ട് വേവിച്ചെടുക്കുന്നില്ല ക്യാപ്സിക്കം. ഇച്ചിരി കടിക്കാൻ പാകത്തിനാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞിടുന്നുണ്ട്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയല്ലോ, അതിൻ്റെ ഒപ്പിട്ട് അരച്ചാലും കുഴപ്പമില്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. സോയ സോസ് ഉള്ളതുകൊണ്ട് ഒഴിച്ചതാണ്, അല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിനുശേഷം ഞാൻ ചോറിട്ടിട്ട് മിക്സ് ചെയ്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.